വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കോസ്റ്റർ ആട്ടോ, നമ്മൾ ടേബിളിലൊക്കെ വയ്ക്കുന്ന കോസ്റ്റർ. അതൊരു വെറൈറ്റി നല്ല ലുക്കുള്ളൊരു കോസ്റ്ററാണ്, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് 3 യാൺസാണ്. ഒന്ന് ക്രീം കളറ്, പിന്നെ ഒന്ന് ഒലീവ് ഗ്രീൻ കളറ്, പിന്നെ റെഡ്, ചില്ലി റെഡ്. 3 ഷെയ്ഡ്സാണ് നമ്മൾ യൂസ് ചെയ്യണേ. അതിൽ ഇത് ഞാൻ ഒരു പ്രൊജക്റ്റിന് ഉപയോഗിച്ചിട്ട് പിന്നെ അത് അഴിക്കേണ്ടി വന്നു. അപ്പോൾ ആ യാണാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കണേ. ഇത് മാജിക് നീഡിലിൻ്റെ മേഴ്സിഡൈസ് കോട്ടൺ യാണാണ്, നല്ല കട്ടിയുള്ള 6 പ്ലൈ യാണാണത്. പിന്നെ ഇത് മാജിക് നീഡിലിൻ്റെ തന്നെ DK കോട്ടൺ യാണാണ്. പിന്നെ ഇത് അരാൻ അക്രോക്കോട്ട് യാണാണ്. കാരണം അത് നോക്കും, ഇതിൽ ഫുള്ള് കോട്ടൺ അല്ല, 51% കോട്ടണോൾ, 49 അക്രിലിക്കാണ്. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞു എന്നുള്ളൂ, നിങ്ങൾക്ക് ഏത് യാൺ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഈ ഷെയ്ഡ്സ്. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റിലേക്ക് കടന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി സർക്കിൾ ഫോമിലാണല്ലോ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് മാജിക് സർക്കിൾ ഉണ്ടാക്കാം. അപ്പോൾ നോക്ക്, യാൺ ഇങ്ങനെ പിടിക്കുക, ഫ്രണ്ടിൽ എക്സ്, ബാക്കിൽ പാരലൽ ലൈൻ വന്നു, നീഡിൽ കമത്തി വെച്ചു, ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തു, ട്വിസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ മാജിക് സർക്കിൾ ഫോമായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് 6 ഡബിൾ ക്രോഷ്യ ഈ മാജിക് സർക്കിളിലേക്ക് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ചെയിനേ ഉള്ളൂ. ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ എപ്പോഴും 2 ചെയിൻ ഇടണം കേട്ടോ. 1 2. ഇനി 6 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഇത് 1 2 3 4 5 5 ആയി. ഇപ്പോൾ ഇനി ഒരെണ്ണം കൂടിയും ചെയ്യാനുണ്ട്, ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യണം. ഇപ്പോൾ കണ്ടോ, ഇത് 6 ഡബിൾ ക്രോഷ്യായി. ഇനി നമ്മൾ ഇത് വലിച്ചിട്ട് ഇത് ലോക്ക് ചെയ്യണം, ഈ മാജിക് സർക്കിളിൽ ലോക്ക് ചെയ്യണം, നല്ല മുറുക്കി വലിക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഈ ചെയിനിൻ്റെ അടിയിലേക്കായിട്ട് നമ്മൾ ഇവിടെ ആയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കണം. കണ്ടോ, ഇവിടെ നോക്കൂ, സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ടൈറ്റ് ആക്കരുത്, ഒത്തിരി ടൈറ്റ് ആക്കരുത്, അപ്പോൾ ഇവിടെ ഒരു കർവ് പോലെ വരും. അപ്പോൾ ഈ സ്ലിപ്പ് സ്റ്റിച്ച് അല്പം അത്യാവശ്യം ലൂസാക്കി പിടിക്കാം. ഇനി ചെയ്യേണ്ടത് ചെയിൻ 2 ഇടുക, 1 2. ഇനി ചെയ്യേണ്ടത് ഓരോ സർക്കിൾ ഡെവലപ്പ് ചെയ്യാൻ അറിയായിരിക്കും നിങ്ങൾക്ക്. ഓരോ സ്റ്റിച്ചിൻ്റെ അടിയിലും 2 ഡബിൾ ക്രോഷ്യ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഒരെണ്ണം കൊടുത്തു. ഇനി ഇത് രണ്ടാമത്തെ, അപ്പോൾ 6 ചെയിൻ അല്ലേ, അപ്പോൾ 12 സ്റ്റിച്ച് വരും. അപ്പോൾ ഇത് രണ്ടാമത്തെ കൊടുത്തു. കണ്ടോ, ഒരേ സ്റ്റിച്ചിൽ തന്നെ ഈ സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ വന്നു. ഇനി അടുത്ത സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ, 1 2, 2 ഡബിൾ ക്രോഷ്യായി. അപ്പോൾ ഇനി ഞാൻ ഈ റോ ഓൾമോസ്റ്റ് തീരാറായിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാ സ്റ്റിച്ചിലും ഈ 6 സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വെച്ച് കൊടുക്കണം. ലാസ്റ്റ് 12 സ്റ്റിച്ച് ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് വന്നു, അതിൽ 1 ഡബിൾ ക്രോഷ്യ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 1 ഡബിൾ ക്രോഷ്യ കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ 6ാമത്തെ സ്റ്റിച്ചിൽ കഴിഞ്ഞു. അപ്പോൾ മൊത്തം 12 സ്റ്റിച്ച് ഉണ്ടാവും. ഇനി ഇവിടെ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക്, സെക്കൻഡ് സ്റ്റിച്ച് അല്ല കേട്ടോ, സെക്കൻഡ് ചെയിനിൻ്റെ അടിയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. കണ്ടോ, ഇങ്ങനെയായി. ഇനി ചെയിൻ 2, 1 2. ഇനി ചെയ്യേണ്ടത് ഈ സ്റ്റിച്ചിൻ്റെ അടിയിലേക്ക് 1 ഡബിൾ ക്രോഷ്യ, അടുത്തതിൻ്റെ അടിയിലേക്ക് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ഇവിടെ. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ, 1 2. ടെൻഷൻ ലൂസാക്കി പിടിക്കാം കേട്ടോ, വലിച്ച് ചെയ്യരുത്, മുറുക്കി പിടിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞു വരും. നമ്മുടെ കോസ്റ്റർ ഫ്ലാറ്റായിട്ട് കിടക്കേണ്ടതിന് വരെ വളഞ്ഞു വരും. ഇനി അടുത്തതിൽ 1 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇവിടെ 2 ഡബിൾ ക്രോഷ്യ, ഇതിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഇനി ഈ റോയിൽ ഓർക്കാനുള്ളത് 1 ഡബിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അതായി റോയുടെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, ഇവിടെ ഒരെണ്ണം, ഇനി ഇവിടെ 2 ഡബിൾ ക്രോഷ്യ,
1 2 പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ഇവിടെ, ഒരു സ്റ്റിച്ച് കൂടി ഉണ്ട്, അവിടെ ഒരു ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്തു. ഇനി അടുത്ത റോ 1 2. ഇനി അടുത്ത റോയിൽ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ഇവിടെ 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെ പോട്ടാ. 1 1 പിന്നെ ഇൻക്രീസ്, 1 1 ഇൻക്രീസ്, അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യണം. കാരണം കാണിച്ചു തരാം. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ഇവിടെ വന്നപ്പോൾ 2 ഡബിൾ ക്രോഷ്യ, 1 2. ഇനി ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഇൻക്രീസ്, അങ്ങനെ റോ കംപ്ലീറ്റ് ചെയ്യാം. ഇതായിപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 2 ഡബിൾ ക്രോഷ്യ, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇനി അടുത്തതിൽ 2 ഡബിൾ ക്രോഷ്യ കേട്ടോ. 1 2. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും ഞാൻ വളരെ ലൂസായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതൊന്നും ഈ സ്റ്റിച്ചുകളൊന്നും വലിക്കുന്നില്ല. ഞാൻ ഇവിടെ ഒരു ഇച്ചിരി വലിച്ചു, ടെൻഷൻ കൂടിപ്പോയി. അപ്പോൾ അത് കണ്ടവിടെ ചെറുതായിട്ടൊരു ബെൻഡ് പോലെ വന്നു. എപ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് മുറുക്കി വലിച്ച് പിടിച്ച് ചെയ്യുന്നത്, അപ്പോൾ അവിടെ ബെൻഡുകൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ കയറി ചെയ്ത് ഉള്ളിലേക്ക് വളഞ്ഞിങ്ങനെ വരും. അങ്ങനെ ചെയ്യരുത്, വളരെ ലൂസായിട്ട് ചെയ്യാവൂ. അപ്പോൾ ഇവിടെ ഒരെണ്ണം ചെയ്തു, ഇവിടെ ഒരെണ്ണം ചെയ്തു, ഇനി ഇവിടെ ഒരെണ്ണം കൂടി ചെയ്യണം. 1 1 പിന്നെ ഒരു ഇൻക്രീസ്. ഇനി ഇവിടെ ഒരു 1 ചെയ്യാം, ഇവിടെ ഒരു 1 ചെയ്യാം. 1 ഡബിൾ ക്രോഷ്യ, ഇവിടെ 1 ഡബിൾ ക്രോഷ്യ. ഇനി സ്ലിപ്പ് സ്റ്റിച്ച്. റോ കംപ്ലീറ്റ് ആയി കണ്ടോ, ഇത്രയായി. ഇനി ഒരു 3 റോ കൂടി ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ ചെയിൻ 2. ഇനി ഇതിൽ ഇപ്പോൾ 1 1 ഇൻക്രീസ് അല്ലേ ചെയ്തത്, അപ്പോൾ ഇനി 1 1 1 ഇൻക്രീസ്. 3 ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ഇവിടെ ഇൻക്രീസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ, ഇവിടെ 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, then next one increase, 1 double crochet and 1 double crochet to the same stitch. അപ്പോൾ കണ്ടോ, ഓക്കെ. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്. ഓക്കെ, ഇനി റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഈ റോ തീരാറായി. ഇവിടെ ഒരു 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, 1 2 3 3 ഓരോന്നിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇവിടെ 4ാമത്തെ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ, 1 2. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കാം. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കാം. ഇനി ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടോ അതിൻ്റെ അടിയിലേക്ക്. ഈ റോ കഴിഞ്ഞു, അങ്ങനെ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ ഒരു ഗ്രീൻ പോർഷൻ ആഡ് ചെയ്യണമല്ലോ, ഫ്ലവറിൻ്റെ, കാർണേഷൻ ഫ്ലവറിൻ്റെ. അപ്പോൾ അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഈ സൈഡ് എത്തുമ്പം ഗ്രീൻ യാണ് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ആയാലും മതി. അപ്പോൾ ഇനി ചെയ്യേണ്ടത് 2 ചെയിൻ ഇട്ടു. ഇനി ഇപ്പോൾ 3 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യ കൊടുത്തു. 4ാമത്തേൽ 2 ഡബിൾ ക്രോഷ്യ കൊടുത്തു. ഇനി ഈ റോയിൽ നമ്മൾ 4 എണ്ണത്തിൽ ഓരോ ഡബിൾ ക്രോഷ്യ കൊടുത്തിട്ട് 5ാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് കൊടുക്കും, എന്ന് വെച്ചാൽ 2 ഡബിൾ ക്രോഷ്യ കൊടുക്കും. അപ്പോൾ ഇവിടെ 1 ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, സെക്കൻഡിൽ ഒരു ഡബിൾ ക്രോഷ്യ, തേർഡിൽ ഒരു ഡബിൾ ക്രോഷ്യ, 4th ഒരു ഡബിൾ ക്രോഷ്യ, 5th 2 ഡബിൾ ക്രോഷ്യ. ഇതാണ് 5ാമത്തെ സ്റ്റിച്ച്. 5ാമത്തെ സ്റ്റിച്ചിൽ 2 എണ്ണം സെക്കൻഡ് വൺ കൊടുത്തു. ഇനി നമുക്കൊരു പണിയാം, ഗ്രീൻ യാണ് ആഡ് ചെയ്യാം നമുക്കിനി. ഇപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് ഗ്രീൻ യാണ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ കളർ, ഈ യാണാണ് എടുക്കുന്നത്.
അപ്പോൾ ഈ യാണാണെങ്കിൽ നല്ല ലൈറ്റ് യാണ് കേട്ടോ, ഇതും നല്ല യാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന യാണ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, അത് ഭയങ്കര ഹെവി യാണാണ്, വർക്ക് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാണ്. ഈ മാജിക് നീഡിൽസിലത്തെ മെഴ്സിഡൈസ് കോട്ടൺ യാൺ. അതേസമയം DK കോട്ടൺ യാൺ നല്ലതാണ് അവരുടെ. ഇത് ചില്ലി റെഡ് ഇത് നല്ലതാണ്, പക്ഷേ ഇത് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്തു. ഇത് ഞാൻ കുറച്ചധികം വാങ്ങി, പക്ഷേ ഇനി ഞാനിത് വാങ്ങുന്നില്ല, ഇതാ വാങ്ങുന്നുള്ളൂ. ഇതിൻ്റെ എൻ്റെ ഇനി നെക്സ്റ്റ് ഇതിൽ വരുമ്പോൾ നമ്മളിതിനെ ഇവിടെ ബാക്കിലായിട്ട് വെച്ച് കൊടുക്കാം. ഈ പച്ച ഇതിനിവിടെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇതിനെ വലിച്ച് ഈ ലൂപ്പിൽ കണ്ടോ, ഇപ്പോൾ ഒരു ലൂപ്പില്ലേ, ഇവിടുത്തെ ലൂപ്പിലേക്ക് കയറ്റിയിട്ട് ഈ സൈഡ് ഈ വെള്ളയാണ് വലിച്ചു. ഇതിൻ്റെ തുമ്പ് കൂടെ ഉണ്ട്. ഇതിൻ്റെ മറ്റേ വർക്കിംഗ് പോർഷൻ അങ്ങോട്ട് വലിച്ചെടുക്കുക പച്ചയുടെ. പിന്നെ ഇത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തുമ്പും വലിച്ചെടുത്തു. ഇനി 2 യാണിനെ നമ്മൾ കൈ പിടിക്കുക കണ്ടോ. എന്നിട്ട് ഇവിടെ യാൺ ഓവർ ചെയ്തു. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ. യാൺ മാറ്റുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇനി ഈ 2 യാണും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല. അപ്പോൾ ഇവിടെ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ലൂപ്പ് കയറ്റാൻ. ഇനി അടുത്തതിൽ വരുമ്പോൾ കണ്ടോ, ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തു ഒരു ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വൺ ഡബിൾ ക്രോഷ്യ കണ്ടോ. ഇനി ഒരു ഡബിൾ ക്രോഷ്യ കൂടി കൊടുക്കണം, 4 എണ്ണം കൊടുക്കാം. 4 ഡബിൾ ക്രോഷ്യ ഇവിടെ നമ്മൾ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മളിനി വർക്ക് ചെയ്യുന്നത് വൈറ്റ് യാണിലാണ്. അപ്പോൾ ഈ ഗ്രീൻ യാണ് അവിടെ നിന്നോട്ടെ, കാരണം നമുക്ക് അടുത്ത റോയിലും ഗ്രീൻ യാണ് ആവശ്യമുണ്ട്. വൈറ്റ് യാണിൻ്റെ തന്നെ എടുത്തു നമ്മൾ. എന്നിട്ട് നെക്സ്റ്റ് ഇപ്പോൾ 4 എണ്ണം കഴിഞ്ഞ് ഇനി നമുക്ക് 2 എണ്ണം ചെയ്യേണ്ട, 2 ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ ഇവിടെ യാണ് ഓവർ ചെയ്തു. അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ കൊടുത്തു. ഇതിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ കൊടുത്തു. അപ്പോൾ കണ്ടോ, ഒരു ഗ്രീൻ പോർഷൻ ഇവിടെ വന്നു. ഇനി ചെയ്യേണ്ടത് നമുക്കിനി ഈ യാണ് പിടിക്കണ്ട. ഓക്കെ, അപ്പോൾ കണ്ടോ ഇവിടെ 2 എണ്ണം ചെയ്തു. ഇനി വരുന്ന 4 എണ്ണത്തിൽ ഓരോ ഡബിൾ ക്രോഷ്യ. 1 2 3 ഫോർത്ത് വണ്ണിൽ 3 എണ്ണം ആയിട്ടുള്ളൂ. 4ാമത്തേലും ഒരു ഡബിൾ ക്രോഷ്യ. 5ാമത്തെ വരുമ്പോൾ 2 എണ്ണം ഇൻക്രീസ്. ഇതാണ് 5ാമത്തെ സ്റ്റിച്ച്. ഇവിടെ ഇൻക്രീസ് 1, ഇവിടെ ഒരെണ്ണം കൂടി 2 കണ്ടോ. ഇനി ഞാൻ ഈ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മുടെ ഈ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഒരു ചെയിനേ വലിക്കുന്നുള്ളൂ, കാരണം നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ അല്ല, സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ 4 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തു. 5ാമത്തേൽ 2 ഡബിൾ ക്രോഷ്യ ആണല്ലോ അപ്പോൾ ചെയ്തത്. ഇനി അതേ പാറ്റേണിൽ തന്നെ പോവും, പക്ഷേ 5 സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ കൊടുക്കും. 6ാമത്തേൽ 2 എണ്ണം കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ലൂസാക്കി ചെയ്യുക. യാണ് വളരെ ലൂസാക്കി തന്നെ ഇടുക കേട്ടോ. ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ. യാൺ ടൈറ്റ് ആകുമ്പോഴാണ് ഇത് വളഞ്ഞ് വരിക എന്ന് മനസ്സിലാക്കാം. 1 2 3 4. ഇനി ഒരു സിംഗിൾ ക്രോഷ്യം കൂടി ചെയ്യാം. അടുത്തതിൽ 2 സിംഗിൾ ക്രോഷ്യ. ഒരെണ്ണം നമ്മൾ ഈ യാൺ വെച്ച് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ മറ്റേ ആ ഗ്രീൻ യാൺ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെ വലിച്ചെടുത്തിട്ട് ഗ്രീൻ യാൺ വെച്ച് ചെയ്യാം നമുക്ക്. അടുത്ത ഈ വൈറ്റിനെ ബാക്കിലോട്ടാക്കാം, ഗ്രീനിനെ വലിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു, ഗ്രീനിനെ പുള്ള് ചെയ്തു, വലിച്ചെടുത്തു. ഓക്കെ, കണ്ടോ ഇങ്ങനെ വന്നു. ഇനി അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെയും ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ. 1 2 3 4. ഇനി ഇവിടെ 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കാം. 1 2. ഇനി നമ്മൾ പച്ചയാൺ വിട്ടു കേട്ടോ, കഴിഞ്ഞു. ഇനി വൈറ്റ് യാൺ എടുക്കാം. ഇവിടെ യാൺ ബാക്കിലോട്ടാക്കി കൊടുക്കാം. ഇവിടെ ഇതിൽ കൂടെ എടുത്തിട്ട്
വൈറ്റ് യാൺ എടുത്തു. 1 2 3 4 5. ഇനി അടുത്തതിൽ 2 എണ്ണം. 1 2. കണ്ടോ? അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. 4 എണ്ണത്തിൽ 1 2 3 4 4 എണ്ണത്തിൽ സിംഗിൾ ക്രോഷ്യ, 5-ാമത്തേൽ 2 എണ്ണം. ഓക്കെ, ഞാനിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ റോ അവസാനിക്കാറായിട്ടോ. ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ സ്റ്റിച്ച് മാർക്കർ വെക്കണ കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. നിങ്ങൾ വെക്കണ ഇവിടെ സ്റ്റിച്ച് മാർക്കർ. എനിക്കിപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും, ചിലപ്പോൾ ബിഗിനേഴ്സിന് അത് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഇവിടെ 2 ഡബിൾ ക്രോഷ്യ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ 3 സ്ഥലത്തേക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3. ഇനി ഇതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കട്ട് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, കട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതൊക്കെ നമ്മൾ നീഡിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തയ്ച്ച് പിടിപ്പിക്കണം കേട്ടോ. തയ്ച്ച് ഇങ്ങനെ ഇൻവിസിബിൾ ആക്കിയിട്ട് ഇതിൻ്റെ ഈ സ്റ്റിച്ചുകളുടെ ഉള്ളിൽ കൂടെ അങ്ങ് കയറ്റി വിടണേ. അപ്പോൾ അതാ ഇവിടെ നമ്മൾ ഈ വലിച്ച് ടൈറ്റാക്കി. അപ്പോൾ ഈ കോസ്റ്ററിൻ്റെ ഇത്രയും കഴിഞ്ഞു. ഓക്കെ, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇത് രണ്ടും വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം. അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് റെഡ് ഇവിടെ ആഡ് ചെയ്യണം. റെഡ് നൂല് അതിവിടെ എടുത്തു. നോക്കുക. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രിപ്പിൾ ക്രോഷ്യാണ് ചെയ്യണം കേട്ടോ, നമ്മൾ കാർണേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 2 പോർഷൻ കണ്ടല്ലോ. ഇത് ഒരു സ്റ്റിച്ചിൻ്റെ ഫ്രണ്ടും ബാക്കും കാണാമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഫ്രണ്ടിൽ കൂടെയും ചെയ്യും, നമ്മൾ ബാക്കിൽ കൂടെയും ചെയ്യും. അപ്പോൾ ഇതിൽ കൂടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മുടെ ഹുക്ക് ഇങ്ങനെ എടുക്കണം. സാധാരണ നമ്മൾ എടുക്കുന്നത് 2ൻ്റെയും ബാക്കിൽ കൂടെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് കണ്ടോ, ഫോക്കസ് ചെയ്ത് തരാം ഞാൻ. ഇതിൽ കൂടെയാണ് എടുക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ എടുക്കരുത്, ഇങ്ങനെ പോകരുത്. ഇങ്ങനെ എടുത്തിട്ട് അതിൽ 4 ട്രിപ്പിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഏകദേശം മിഡിൽ പോർഷനിലായിട്ട് റെഡ് യാണിനെ വലിച്ചെടുത്തു. കണ്ടോ, ഇങ്ങനെ എടുത്തു. അപ്പോൾ ഈ റെഡ് യാണിൻ്റെ എൻ്റെ ഇവിടെ ബാക്കിൽ അമർത്തി പിടിക്കുക. എന്നിട്ട് 3 ചെയിൻ ഇട്ടു. ട്രിപ്പിൾ ക്രോഷ്യ ആകുമ്പോൾ നമുക്ക് 3 ചെയിൻ വേണം. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തു. അടിയിൽ കൂടെ ഇപ്പോൾ ഈ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ എടുത്തു. 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഈ 2ൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഇതാണ് ഒരു ട്രിപ്പിൾ ക്രോഷ്യ. ഇനി രണ്ടാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ, ഇത് ഡബിളായി പോയി. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യണം. ഇതിൽ കൂടെ 1 ഇച്ചിരി കൺഫ്യൂസിങ് ആട്ടോ ട്രിപ്പിൾ ക്രോഷ്യ. എടുത്തു. ഇങ്ങനെ എടുത്തു. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ നമ്മുടെ ചെയിൻ അടക്കം 4 എണ്ണം ആയിട്ടുണ്ട്. ഇനി അടുത്ത ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് പോകാം നമുക്ക്. ഇവിടെ യാണ് 2 പ്രാവശ്യം രണ്ട് പ്രാവശ്യം നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ വലിക്കും. 1 2 3 ടൈംസ് വലിക്കേണ്ടി വരും. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തു, എടുത്തു. 2 3 ട്രിപ്പിൾ ക്രോഷ്യ മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും. കണ്ടോ, 2 പ്രാവശ്യം ചെയ്തു. സെയിം സ്റ്റിച്ചിലേക്ക്. ഇത് 3ാമത്തെ ട്രിപ്പിൾ ക്രോഷ്യയാണ്. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്തു. കണ്ടോ, 4 ട്രിപ്പിൾ ക്രോഷ്യ ആയി. ഓക്കെ,
ഇനി ചെയ്യേണ്ടത് ഇതാ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ 2 പ്രാവശ്യം yarn over ചെയ്തു. ഇതിൻ്റെ ഇതിൽ കൂടെ എടുത്തു. 1 എടുത്തു. നമ്മളൊന്ന് പിടിക്കണം കേട്ടോ. ഈ മൊത്തത്തിൽ ഇതുമ്മ പിടിച്ചാൽ നമ്മൾക്കൊരു കൺട്രോൾ കിട്ടും. സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ. ഇനി 2 എണ്ണം കൂടി അതിൽ. മൂന്നാമത്തെ 4th വൺ ഇവിടെ. ഇനി ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങോട്ട് തിരിക്കാം. തിരിച്ചു കഴിഞ്ഞിട്ട് ഇതിൽ കൂടെ കണ്ടോ 2 പ്രാവശ്യം yarn over ചെയ്യാം. ബാക്കിൽ കണ്ടോ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇവിടെ 4 ട്രിപ്പിൾ ക്രോഷ്യ കൊടുക്കുക. 2 പ്രാവശ്യം yarn over ചെയ്യുക. ബാക്ക് സൈഡിൽ കൂടെ ഫ്രണ്ടിലും ബാക്കിലും കൊടുക്കും നമ്മൾ. കണ്ടോ ഇത് 3rd വൺ. 4th ട്രിപ്പിൾ ക്രോഷ്യ. കണ്ടോ ബാക്ക് സൈഡും ആയി. ഇനി കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 1 2 3 4 5 6 സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ച് കൂടി ഉണ്ട് ബാക്ക് സൈഡിലായിട്ട്. അപ്പോൾ ഈ ഓരോ 6 സ്റ്റിച്ചിലും 4 ട്രിപ്പിൾ ക്രോഷ്യ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാൻ 2-3 എണ്ണത്തിനെ കാണിച്ചു തന്നു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് കിടക്കണതിന് മുന്നേ 2 പ്രാവശ്യം yarn over ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ കൂടെ എടുക്കണം, വലിക്കണം, ട്രിപ്പിൾ ക്രോഷ്യ കൊടുക്കണം. അങ്ങനെ 4 എണ്ണം വെച്ച് ഓരോ സ്റ്റിച്ചിലും കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവില്ല ഇതെങ്ങനെയാണ് പോണേന്ന്. അപ്പോൾ ഞാനിനി ഇത് ഈ സൈഡ് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ അപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റിച്ചിലത്തെ 3rd ട്രിപ്പിൾ ക്രോഷ്യ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ട്രിപ്പിൾ ക്രോഷ്യയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലത്തെ ലാസ്റ്റ് സ്റ്റിച്ച് കഴിഞ്ഞു. കണ്ടോ ഇനി ചെയ്യേണ്ടത് നമ്മളിങ്ങോട്ട് തിരിക്കാം. ഓക്കെ, തിരിച്ചിട്ട് ഇവിടെ വർക്ക് ചെയ്യുക. ഇവിടെ ഒരു 3 സ്റ്റിച്ചിലും കൂടി, 3 അല്ല 4 സ്റ്റിച്ചിൽ, ഈ സ്റ്റിച്ചിലും കൂടി വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 2 പ്രാവശ്യം yarn over ചെയ്തു. ഈ വൈറ്റ് ഇല്ലേ, നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ അവിടെ ഗ്രീൻ ആയിരിക്കും, അവർ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇത് വൈറ്റാണ്, വൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എടുത്തു. 1 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഈ 1 2 3 സ്റ്റിച്ച് കൂടി ഉണ്ട്, പിന്നെ ഇതിലൊരു 3 എണ്ണം, അങ്ങനെ അത്രയും ട്രിപ്പിൾ ക്രോഷ്യം കൂടി ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത്ര ഇങ്ങനെ എത്തി നിൽക്കുന്നുണ്ട്. ഇനി ഒരു സ്റ്റിച്ച് കൂടി ഉണ്ട് ബാക്കി. ഇവിടെ ഈ സ്റ്റിച്ചിലും കൂടി 4 ട്രിപ്പിൾ ക്രോഷ്യ കൊടുക്കാം. yarn over ചെയ്തു 2 പ്രാവശ്യം, ഉള്ളിൽ കൂടെ എടുത്തു. 1 ട്രിപ്പിൾ ക്രോഷ്യ, സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ, 3rd ട്രിപ്പിൾ ക്രോഷ്യ, 4th ട്രിപ്പിൾ ക്രോഷ്യ. 2 പ്രാവശ്യം yarn over ചെയ്തു, ഉള്ളിൽ കൂടെ എടുത്തു. കണ്ടോ ഇനി ഇവിടേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ ഇനി ഇത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കട്ട് ചെയ്ത് വലിച്ചെടുത്തു. പിന്നെ ഇവിടെ വലിച്ച് കട്ടിയാക്കി വയ്ക്കും. ഇനിയിപ്പോൾ ഇതൊരു വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, കാരണം യാൺസ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഈ യാൺസ് എല്ലാം ഉള്ളിലേക്ക് തയ്ച്ചിട്ട് നമ്മൾ സെക്യൂർ ആക്കണേ. ഇനി നമ്മൾ സ്റ്റെമ്മ് ചെയ്യണം കേട്ടോ. ഇതിനിങ്ങനെ ഇവിടം വരെ ഒരു സ്റ്റെമ്മ് കൊടുക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഈ ഗ്രീൻ യാൺ എടുത്തു, എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ട് ഗ്രീൻ യാൺ നമ്മളിങ്ങനെ ഇവിടെ ഹുക്ക് പുറത്തോട്ട് എടുത്തിട്ടും ഇതിൻ്റെ എൻഡ് ഇടാം. ഇവിടെ ഇങ്ങനെ പിടിക്കുക, ഇതിനെ പുള്ള് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ വർക്കിംഗ് എൻഡ് ഉണ്ടല്ലോ, ഈ എൻഡ് ഇവിടെ കൂടെ എടുക്കാം. എന്നിട്ട് അതിനെ ഇങ്ങോട്ട് വലിച്ചെടുത്തു. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യൂലേ അതുപോലെ തന്നെ പിന്നെ വലിച്ചെടുത്തു. അപ്പോൾ ഈ എൻഡൊന്നും വലിച്ച് മുറുക്കാം. അത് കഴിഞ്ഞ് വലിച്ചിട്ട് ഇവിടെ കൂടെ ബാക്കിലോട്ട് പോയിട്ട് ഇതിനെങ്ങനെ വലിച്ച് വീണ്ടും ഈ ലൂപ്പിൽ കൂടെ എടുത്തു.
വീണ്ടും ഇത് വലിച്ചു. ഇനി ഇവിടെ വന്നിട്ട് വീണ്ടും വലിച്ച്, കണ്ടോ, വലിച്ചെടുത്തു. ഓൾമോസ്റ്റ് ഇവിടെ അങ്ങനെ വന്നിട്ട് ഇതിനെ വലിച്ചെടുത്തു. അപ്പം ഇങ്ങനെ ഇപ്പം എൻ്റെ കണ്ടോ ഈ ഒരു സ്റ്റിച്ച് ശരിയായില്ല. അപ്പോൾ അതെടുത്തിട്ട് ഒന്നുകൂടി വീണ്ടും ചെയ്യാം. എല്ലാ സ്റ്റിച്ചും ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്താലും കുഴപ്പമില്ല, ഫിനിഷിങ്ങിൽ ചെയ്യണേ. അതിങ്ങനെ എടുത്തു. നെക്സ്റ്റ് ഇനി ഇവിടെ കൂടെ പോയി വലിച്ചെടുത്തു. ഇതിൻ്റെ മറ്റേ ഈ എൻഡ് വരെ ചെയ്യണേ. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യണേ. ഹുക്ക് കൂടെ വന്നിട്ട് ഇതിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇതിൽ കൂടെ വലിച്ചെടുക്കും. നമ്മൾ സാധാരണ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുമ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യില്ലേ, അതുപോലെ വരും ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് വരുമ്പോൾ. ഇതാ നോക്ക്, ഹുക്ക് വന്നു, ഹുക്കിനെ ട്വിസ്റ്റ് ചെയ്ത് വലിച്ച് ഇങ്ങനെ വലിച്ചെടുത്തു. വീണ്ടും ബാക്കിലേക്ക് പോയി ഹുക്കിനെ ട്വിസ്റ്റ് ചെയ്ത് വലിച്ചെടുത്തു. വീണ്ടും ബാക്കിലേക്ക് പോയി ട്വിസ്റ്റ് ചെയ്ത് വലിച്ചെടുത്തു. ഇത്രയും വരെ മതി കേട്ടോ. ഓക്കെ, നമുക്ക് യാൺ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിക്കാം, മുറുക്കി വലിക്കാം. എൻ്റെ ഇവിടെ ഒരു ത്രെഡ് ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട്, അത് വെട്ടിക്കളയാം. അപ്പോൾ നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് കാണാതെ അത്ര വലിയ ഭംഗിയൊന്നുമില്ല. കാരണം നോക്കുക, എല്ലായിടത്തും ഇങ്ങനെ യാൺസ് ഇങ്ങനെ വലിഞ്ഞൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി അതിനെയൊക്കെ സെക്യൂർ ആക്കി കൊടുക്കണം, യാൺസിനെയൊക്കെ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ അതാ നോക്ക്, ഞാൻ ഈ നീഡിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ ക്രോഷ്യയുടെ ഈ നീഡിൽ റെഡ് കണ്ടോ, ഞാനിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കണ്ടോ, ഇവിടെ എത്തിക്കഴിയുമ്പോൾ അതിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം, ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെഡ് ചെയ്യാൻ പോയി. ഇനി ഈ റെഡ് ചെയ്യാണ്ട് ഈ എൻഡുണ്ട്, അപ്പോൾ അതിനെ ഈ നമ്മൾ സ്റ്റിച്ച് എവിടെയാണോ അവസാനിപ്പിച്ചാൽ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയരുത്. കാരണം ചിലപ്പോൾ സ്റ്റിച്ച് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു സ്റ്റിച്ച് അഴിഞ്ഞാൽ അറിയാമല്ലോ, ക്രോഷ്യ ഫുള്ളും കഴിഞ്ഞ് അങ്ങ് പോവും. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്ത് ബാക്കി കൂടെ എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം, ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഇതാ നോക്കി, വൈറ്റ് ചെയ്യാണ്. ഇനി ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം. ഇവിടെ വൈറ്റ് ചെയ്യാനുണ്ട്. ചെറിയ പ്രൊജക്റ്റാണെന്ന് നമുക്ക് ഫീൽ ചെയ്താലും ടൈം എടുക്കും കേട്ടോ. ക്രോഷ്യ എന്തായാലും ടൈം കൺസ്യൂമിങ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ. ഇതിൽ കൂടെ എടുത്തു കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഗ്രീന്, ഇത് രണ്ടും പിന്നെ നമ്മൾ ടൈ ചെയ്ത് വെച്ചത്, അതുകൊണ്ട് അതവിടെ കട്ട് ചെയ്ത് കളയാം. പിന്നെ ഈ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് എടുക്കാം. കണ്ടോ, ഇനി ഇത് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത ഒരു യാണാണ്, അതിനധികം ലെങ്ത് ഇല്ല. സോറി, അതിനെ വലിയ ലെങ്ത് ഇല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഹുക്ക് ചെയ്തെടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയാൻ പോവാണേ. കണ്ടോ, ഇങ്ങനെ വലിച്ചെടുത്തു, ഇതങ്ങ് കട്ട് ചെയ്ത് കളയും. അപ്പോൾ കണ്ടോ, നീറ്റായി പ്രൊജക്റ്റ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാനിനി ഇതുപോലത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ട്സ് കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പാറ്റേൺ ട്യൂട്ടോറിയലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ക്രോഷ്യ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.